മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നൂറയും ശാരികയും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ചന്തയിൽ കടന്ന് അടിയുണ്ടാക്കുന്നത് പോലെയാണ് രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുന്നത്. അനീഷ് ആദിലയും നൂറയും പാത്രം കഴുകാൻ വേണ്ടി വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വയ്യ, ഞങ്ങളിവിടെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് വരാം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു. ഉടനെ അനീഷ് പോയി ശാരികയോട് പറയുന്നു. എന്നിട്ട് ശാരിക വന്ന് പാത്രം കഴുകാൻ ആദിലയും നൂറയും വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് സംസാരം തുടങ്ങുന്നത്. പക്ഷേ ആദിലയും നൂറയും മടി പിടിച്ച് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. സംസാരിച്ച് ശാരിക പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. പിന്നെ നൂറ അങ്ങ് തുടങ്ങുകയാണ്. ഇളക്കാൻ നിൽക്കല്ലേ, പോടി പോടി, നീ ഇറങ്ങി പോടി, പോടി തള്ളേ, നീ പോയി കുളിക്കുക, ആ ചെളിയൊക്കെ പോട്ടെ. എന്തൊക്കെയാണ് നൂറ വിളിച്ചു പറഞ്ഞതെന്ന് നൂറയ്ക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് നൂറ റിയാക്ട് ചെയ്തത് ശാരികയോട്. എത്ര ദേഷ്യമാണെങ്കിലും എത്ര ട്രിഗർ ആയതാണെങ്കിലും ഇത്രയും മൂത്തൊരു വ്യക്തിയെയും പോടി പോടി തള്ളേ, ഇറങ്ങിപ്പോ, അങ്ങനെയൊന്നും വിളിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്നും രണ്ടും തവണയല്ല, നീ പോ നീ പോ, നീ പോടി പോടി, അങ്ങനെ തന്നെയാണ് നൂറ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ശാരിക നൂറയോട് പറയുന്നുണ്ട്, ചെറ്റ കളി കളിക്കരുത്, അന്തസ്സുള്ളവർക്ക് കിട്ടേണ്ടത് ചെറ്റ കളി കളിച്ച് നീ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ശാരിക എന്താണ് അതുവഴി ഉദ്ദേശിച്ചതെന്നറിയത്തില്ല. ഇനി ടിക്കറ്റ് ടു ഫിനാലയിൽ എന്തെങ്കിലും ടാസ്കിനെ കുറിച്ചാണോ എന്നൊന്നും അറിയില്ല. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് നൂറ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ശാരിക വേറെന്തൊക്കെയാണ് പറയുന്നത്. ശാരിക പറയുന്നത്, നിങ്ങളിവിടെ ഇരട്ട ഗെയിമാണ് കളിക്കുന്നത്, രണ്ടുപേരും നിന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത്, അതാണ് ഇതാണെന്നൊക്കെ ശാരിക പറയുന്നു. അതായത് ആദിലയും നൂറയും ബിഗ് ബോസ് ഇൻഡിവിജ്വൽ പ്ലെയർ ആക്കിയിട്ടും ഇവർ രണ്ടുപേരും ഗ്രൂപ്പ് ഗെയിമാണ് കളിച്ചതെന്നൊക്കെയാണ് ശാരിക പറയുന്നത്. ലാസ്റ്റ് വഴക്ക് മൂത്തപ്പോൾ അക്ബർ വന്ന് ശാരികയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും നൂറ പറയുന്നുണ്ട്, വന്നപ്പോൾ തൊട്ട് ഈ തള്ള എൻ്റെ പുറകെ നടന്ന് ചൊറിയുക, എത്രാന്ന് വെച്ചാണ് സഹിക്കുന്നത്, ഓവറാക്കാൻ വരുന്നു, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ആ തള്ള കളിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ എന്നൊക്കെ നൂറയും പറയുന്നു. ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും നൂറ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വലിയൊരു വഴക്കാണ് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.